ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഭാഗ്യവചനധാരയ്ക്ക് വന്ദനം. എത്രയും വാത്സല്യമുള്ള സഹോദരങ്ങളെ, ഇത്രമാത്രം അനുഗ്രഹീതമായ ഭാഗ്യവചനധാര എന്ന എപ്പിസോഡിൽ പങ്കുചേരുവാനുള്ള അവസരം ഒരുക്കി തന്ന അത്യുന്നതനായ ദൈവത്തെ നന്ദിയോടെ ഞാൻ സ്തുതിക്കുന്നു. ഭാഗ്യവചനധാരയിൽ നമ്മുടെ ബഹുമാനപ്പെട്ട ഐസക് അച്ഛന്റെ ആദ്യ വചന സന്ദേശത്തിൽ ധാരാളം പ്രാവശ്യം അച്ഛൻ സന്തോഷം എന്ന വാക്ക് ഉപയോഗിച്ചതായി കാണുന്നു. ഞാനും ഇന്ന് സങ്കീർത്തനങ്ങളിലെ സന്തോഷത്തിന്റെ വചനഭാഗങ്ങളാണ് എടുക്കുന്നത്. സങ്കീർത്തനം 90:14 ഇപ്രകാരം പറയുന്നു: കർത്താവേ, ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവൻ ഞങ്ങൾ സന്തോഷിച്ചുല്ലസിക്കട്ടെ. 118:24 കർത്താവ് ഒരുക്കിയ ദിവസമാണിന്ന്, ഇന്ന് സന്തോഷിച്ചുല്ലസിക്കാം. വീണ്ടും 70:4 അങ്ങയെ അന്വേഷിക്കുന്നവർ അങ്ങയിൽ സന്തോഷിച്ചുല്ലസിക്കട്ടെ. ഇങ്ങനെ സങ്കീർത്തനങ്ങളിൽ 30ഓളം അധ്യായങ്ങളിൽ നമ്മൾ സന്തോഷത്തിന്റെ വചനം കാണുന്നു. വീണ്ടും ഫിലിപ്പിയർ 4:4 പറയുന്നു: നിങ്ങൾ എപ്പോഴും നമ്മുടെ കർത്താവിൽ സന്തോഷിക്കുവിൻ. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ സന്തോഷിക്കുവിൻ. ഫിലിപ്പിയർ 3:1 എന്റെ സഹോദരരെ, നിങ്ങൾ കർത്താവിൽ സന്തോഷിക്കുവിൻ. ഈ സന്തോഷത്തോടെ ഇരിക്കുക എന്നുള്ളത് നമുക്കൊക്കെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ്, അല്ലെ? എങ്ങനെയാണ് നമ്മൾ എപ്പോഴും സന്തോഷിക്കേണ്ടത്? ഇപ്പോഴാണെങ്കിൽ യൂട്യൂബിൽ നിറഞ്ഞു നിൽക്കുന്ന ബഹുമാനപ്പെട്ട ഫാദർ ഡാനിയൽ പൂവണ്ണത്തിലിന്റെ ഒരു വാക്ക് ഞാൻ കടമെടുക്കുകയാണ്: എപ്പോഴും സന്തോഷിക്കണമെങ്കിൽ എപ്പോഴും പ്രാർത്ഥിക്കണം. ഇതാണ് ബഹുമാനപ്പെട്ട അച്ഛൻ പറയുന്നത്. ഇനിയും എങ്ങനെയാണ് എപ്പോഴും പ്രാർത്ഥിക്കേണ്ടത്? നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ. ഫിലിപ്പിയർ 4:6 പറയുന്നു: ഒന്നിനെ കുറിച്ചും ആകുലരാകേണ്ട, പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ. കണ്ടോ? വീണ്ടും 1 തെസ്സലോനിക്കർ 5:17-18 പറയുന്നു: എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ, ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ. ഇതാണ് യേശുക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവഹിതം. ഇടവിടാതെ പ്രാർത്ഥിക്കുക എന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് പ്രാർത്ഥിക്കുക എന്നാണോ? അല്ല, ഇടവിടാതെ തന്നെ പ്രാർത്ഥിക്കണം. നമ്മൾ നന്ദി മാത്രം പറഞ്ഞാൽ മതിയാവും. നമ്മുടെ ഈ ജീവിതകാലത്ത് ദൈവം നമുക്ക് തന്നിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് എത്രമാത്രം നന്ദി പറഞ്ഞാലും അധികമാവില്ല സഹോദരങ്ങളെ. നമ്മളൊക്കെ നന്ദിയുള്ളവരായിരിക്കുന്നത് യേശുതമ്പുരാന് വളരെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. നമുക്കറിയാം, വിശുദ്ധ ലൂക്കാ സുവിശേഷം 17:11 മുതലുള്ള തിരുവചനങ്ങളിൽ കർത്താവ് 10 കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തിയിട്ട് ഒരാൾ മാത്രം വന്ന് നന്ദി പറഞ്ഞപ്പോൾ യേശു ചോദിക്കുന്നു: 10 പേരല്ലേ സുഖപ്പെട്ടത്, ബാക്കി 9 പേർ എവിടെ? അനുദിന ദിവ്യബലിയിൽ ഒരു പ്രാർത്ഥന ഇപ്രകാരമാണ്: നമ്മൾ ദൈവത്തിന് പറയുന്നതും ദൈവത്തിന് നന്ദി പറയുന്നതും മഹത്വപ്പെടുത്തുന്നതും ദൈവത്തെ ആരാധിക്കുന്നതും സ്തുതിക്കുന്നതും ദൈവത്തിന്റെ മഹത്വം വർദ്ധിക്കുന്നില്ല, മറിച്ച് നമുക്ക് തന്നെ അത് നന്മയ്ക്കും അനുഗ്രഹത്തിനുമായി തീരുന്നു. യെശയ്യാ 57:15 അത്യുന്നതനും മഹത്വപൂർണനുമായവൻ, അനന്തതയിൽ വസിക്കുന്ന പരിശുദ്ധൻ എന്ന നാമം വഹിക്കുന്നവൻ, അതാണ് നമ്മുടെ ദൈവം. പ്രിയ സഹോദരങ്ങളെ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ച് സന്തോഷത്തോടെ ജീവിക്കുവാനുള്ള അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. എന്റെ വാക്കുകൾ നിർത്തട്ടെ. നന്ദി.